ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 60ൻ്റെ റിവ്യൂ ആണ്. ഈ സീസണ് ഒരു പ്രത്യേകതയുണ്ട്. കണ്ടസ്റ്റൻസ് ആരും വലിയ കാര്യമായിട്ടുള്ള ഗെയിമൊന്നും കളിക്കുന്നില്ല. എന്നാൽ ബി ക്രൂ കാര്യമായിട്ട് ഇറങ്ങി നിന്ന് തന്നെ കളിക്കുന്നുണ്ട്. അതിൽ ഈ തവണ എനിക്ക് തീരെ പിടിക്കാത്തത് ഇതിൻ്റെ ടെക്നിക്കൽ ടീമിനെയാണ്. ലൈവ് കാണുന്ന സമയത്ത് ഫുള്ള് വൈഡ് വിഷ്വൽസ് ആണ്. എന്തെങ്കിലും ക്ലാരിറ്റിയോടെ കാണാനായിട്ട് സാധിക്കത്തില്ല. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്യാമറ സ്വിച്ച് ചെയ്തിട്ട് വേറെ അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. എന്നാൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ വൈകിട്ട് എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പിസോഡിലൊന്ന്, ലൈവിൽ വേറൊന്ന്. ലൈവ് കാണുന്ന ആളുകൾക്ക് കിട്ടുന്ന മൂഡ് വേറൊന്ന്, എപ്പിസോഡ് കാണുന്ന സമയത്ത് കിട്ടുന്ന ഐഡിയ വേറൊന്ന്. എന്നാൽ എപ്പിസോഡ് മാത്രം കണ്ടിട്ട് ഈ ഒരു ഷോയെ, ഇതിലെ ഗെയിമിനെ വിലയിരുത്താൻ പറ്റുമോ? ഇല്ല, BB+ കൂടെ കാണേണ്ടി വരും. അങ്ങനെ മൊത്തം എല്ലാം നമ്മളെ കൊണ്ട് കാണിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ടെക്നിക്കൽ ടീമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലൈവ് റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളുകൾ അത് വിലയിരുത്തുന്ന സമയത്ത് ആളുകൾക്ക് ചില റോങ് ആയിട്ടുള്ള വിലയിരുത്തലുകൾ ലഭിക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹെയ്റ്റും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ഈ സീസണിലുണ്ട്. അത് കാര്യമായിട്ട് കണ്ടസ്റ്റൻസിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ വേറൊരു കാര്യം, ഈ കണ്ടസ്റ്റൻസ് ഗെയിം കളിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് പിന്നീട് നമ്മൾ കാണുന്ന പരിപാടി എന്താണ്? ശരിക്കും പറഞ്ഞാൽ BB ക്രൂ അല്ലെങ്കിൽ ബിഗ് ബോസ് അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ആളുകളുടെയും കൈ പിടിപ്പിച്ച് ഓരോ ഗെയിം കളിപ്പിക്കുകയാണ്. അനീഷും ഷാനവാസും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കോമ്പോ പിടിക്കട്ടെ, അതിന് വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ പ്ലാച്ചി ആയിട്ടിരുന്നോട്ടെ, അല്ലെങ്കിൽ പ്ലാച്ചി ഒന്ന് പുറത്തേക്ക് വിട്ടു നോക്കാം. പുറത്തേക്ക് വിട്ടപ്പോൾ കണ്ടന്റ് ഒന്നുമില്ല, അന്നെങ്കിൽ പ്ലാച്ചി തിരിച്ചകത്തേക്ക് കൊണ്ടുവന്നേക്കാം. ഇങ്ങനെ ഓരോ കണ്ടസ്റ്റൻസിനെയും എടുത്തു വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം അവർക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നെവിനെ അങ്ങനെ കളിപ്പിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്, ആര്യനെ അങ്ങനെ പോർട്രേ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ജിസേലിനെ അങ്ങനെ വലിയ രീതിയിൽ തൊടുന്നില്ല, കാരണം ആര്യൻ ജിസേലിന് ഇങ്ങനെ ഒരു മറയായിട്ട് നിൽപ്പുണ്ട്. ആര്യനെ വെച്ചിട്ടാണ് ജിസേലിനെ കൊണ്ട് കളിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ ആളുകളെയും ഇങ്ങനെ എടുത്തിട്ട് കളിപ്പിക്കുകയാണ്. ഷാനവാസ്, അതേപോലെ തന്നെ അക്ബർ, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും, ആദില, നൂറ, എല്ലാ ആൾക്കാരും ഒരുമാതിരി ഇവരുടെ സ്വന്തം പ്ലാൻ അല്ലാതെ മുന്നോട്ടേക്ക് പോകുന്ന കണ്ടസ്റ്റൻസ് ആണ്. വീക്കെൻഡ് എപ്പിസോഡിലും കാര്യമായിട്ടുള്ള ഗെയിംസ് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഫാമിലി വീക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഫാമിലി വീക്ക് ഇപ്പോൾ ഉടനെ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ ഗെയിം മുന്നോട്ടേക്ക് പോകാനേ? ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകത്തില്ലായിരുന്നു. വേറെ ഒരു സമയത്തും കാര്യമായിട്ടുള്ള ടാസ്ക് കൊടുക്കാതെ ഫാമിലി വീക്കിൽ ഫാമിലി വരുന്ന ആ ഒരു തൊട്ട് മൊമെൻറ്റിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഓടിപ്പോയി ടാസ്ക് ചെയ്യേണ്ട ചില പരിപാടികളൊക്കെ കൊടുക്കുന്നു. മാക്സിമം ഇവരുടെ ആ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ, ഇവരെ മാക്സിമം അങ്ങോട്ട് പ്രഷറൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇവരുടെ അടുത്ത് നിന്ന് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയുള്ള പരിപാടികൾ. അതേപോലെ തന്നെ കോൺവെർസേഷനൊക്കെ, എൻ്റെ പൊന്നു ടീമേ, കോൺവെർസേഷനൊക്കെ അവർ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ഗെയിമിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു മയത്തിലൊക്കെ കട്ട് ചെയ്യണ്ടേ? അപ്പം തന്നെ കട്ട് ചെയ്ത് അങ്ങടേക്ക് സ്വിച്ച് ചെയ്ത് കളയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയക്കല്ല ഇത് പോകുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിഡൻ്റായിട്ട് കട്ട് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെയൊക്കെ കട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കിതിൻ്റെ ഒരു ഐഡിയ കൃത്യമായിട്ട് ഈ സീസണിൽ കിട്ടുന്നുണ്ട്. മുൻ കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നത് പോലെ ഇത് സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടാണ് പോകുന്നത്, ഈ ഫെയിലായിട്ടുള്ള കണ്ടസ്റ്റൻസ് പറയുന്ന പോലെ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടാണ് പോകുന്നത്, അങ്ങനെയല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. കണ്ടസ്റ്റൻസ് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ കളിപ്പിക്കാനായിട്ടുള്ള ഐഡിയ BB ക്രൂവിനുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ആളുകളുടെ പരിപാടിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. നെഗറ്റീവ് ഓർ പോസിറ്റീവ്, അകത്തേക്ക് പോകുന്ന സമയത്ത് പണി കിട്ടുമോ കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ മസ്താനി പുറത്തിറങ്ങിയിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അവർക്കൊക്കെ നല്ല സൈബർ അറ്റാക്ക് കിട്ടുന്നുണ്ട്. സൈബർ അറ്റാക്ക് കിട്ടാനായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു പേഴ്സണൽ റിവെഞ്ച് എന്നുള്ള രീതിയിൽ ആളുകൾ അവരുടെ അടുത്തൊക്കെ പെരുമാറുന്നുണ്ട്. എനിക്ക് അങ്ങനെയുള്ള പരിപാടികളോടൊന്നും തീരെ താല്പര്യമില്ല. ഇനി എപ്പിസോഡ് 60ൻ്റെ റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ എപ്പിസോഡ് കണ്ടു, ലൈവ് കണ്ടു, BB+ കാണാൻ വേണ്ടി കാത്തിരുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് സമയം എടുത്തിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇതങ്ങനെയൊന്നുമല്ല. ഇവരുടെ ചില പരിപാടികൾ സത്യം പറഞ്ഞാൽ അത് ഈ തവണത്തെ സീസണിലെ ക്രൂവിൻ്റെ ഒരു പരിപാടിയാണ്. അത് അങ്ങനെ മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം കണ്ടസ്റ്റൻസിൻ്റെ ഒരു ഗെയിം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ്. ഒരാളുടെ പേഴ്സണാലിറ്റി മോശമാണ് എന്ന് നാട്ടുകാരെ അറിയിക്കുക, ഞാനൊരു മിടുക്കനാണ് എന്ന് സ്വയം അങ്ങോട്ട് അഭിനയിക്കുക, ഞാൻ കെയറിങ് ആണ്, സൗഹൃദമുണ്ട്, അങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പോൾ BB ക്രൂ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആദില, നൂറ, അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ആര്യൻ ജിസേൽ, അവരുടെ ബോണ്ട്, അവരുടെ ലവ് ട്രാക്ക് എന്ന ആളുകൾ പറയുന്ന ഒരു സംഗതി, അനീഷ് ഷാനവാസ്, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയാണ്. അനിമോളാൻ ബാക്കിയുള്ള ഗ്യാങ്ങിൻ്റെ ഫ്രണ്ട്ഷിപ്പ്, ബിന്നിക്ക് ഫാമിലി വീക്കിൽ ഒരു എക്സ്ട്രാ പ്രിവിലേജ് കിട്ടി, ന്യൂബിൻ കുറച്ച് ദിവസമുണ്ട്, അപ്പോൾ അവരുടെ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുക, ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ, അവരുടെ ഫ്രണ്ട്ഷിപ്പിനിടയിലെ ബാക്ക് സ്റ്റാബിങ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു സീസണിലുള്ളത്. ജിസേലും ആര്യനും ഇന്നലെ രാവിലെ മുതൽ തന്നെ ടെൻസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ലൈവിൽ വേറെ സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ അക്ബറിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമൊക്കെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഞാൻ ഇന്നലത്തെ കാര്യങ്ങൾ പറയാം.
ജിസേലും ആര്യനും രാവിലെ ടെൻസ്ഡാണ്. ജിസേലും ആര്യനും ടെൻഷൻ അടിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയധികം വലിയ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. ഒരു പേരൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് അവർക്ക് വിഷമമുണ്ടാകാൻ തക്ക തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ അനുമോൾ ആദ്യഘട്ടങ്ങളിൽ ആരോപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. ഇവർ തന്നെ ഒരു കൺഫ്യൂഷനിലേക്ക് പോയിരുന്നു. അത് പേരൻസ് എങ്ങനെ എടുക്കും എന്ന് ഉള്ള ഒരു ടെൻഷൻ ഇവർക്കുണ്ട്, സ്വാഭാവികമാണ്. അപ്പോൾ ജിസേലിൻ്റെ അമ്മ ഹൗസിലേക്ക് വരുന്ന സമയത്ത് ആരിനെ മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ ലൈവ് കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ മൈൻഡ് ചെയ്തില്ല, അറിഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്തു നമുക്ക് തോന്നും. എന്നാൽ എപ്പിസോഡ് കാണുന്ന സമയത്ത് അമ്മ അത് കുറച്ചും കൂടെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അച്ഛനാണ് സത്യം, ഞാൻ കണ്ടില്ല, കാണാത്തതുകൊണ്ടാണ് കേട്ടോ മൈൻഡ് ചെയ്യാത്തത്, അല്ലാതെ അവർക്കിടെ വേറെ പ്രശ്നമൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ അറിഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്തതുപോലെ തോന്നും. ആരിനെങ്ങനെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്ന സമയത്ത് ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ജിസേൽ പല ആളുകളോടും തൻ്റെ ആകുലതകൾ പങ്കുവയ്ക്കുന്നുണ്ട്. രാവിലെ അനീഷിനോട് സംസാരിക്കുന്നതാണ് നമ്മൾ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ ഈ ലക്ഷ്മി ആര്യൻ്റെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞതും, ആര്യൻ ജിസേലിനോട് ഉറങ്ങുവാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ലക്ഷ്മിയുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞതുമൊക്കെ അവിടെ ജിസേൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പൊസസീവ്നെസ് ആണോ എന്നൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അനീഷ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടേതൊരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിട്ടൊക്കെയാണ് തോന്നുന്നത് എന്ന്. പിന്നീട് കാണിക്കുന്നത് ആ ഒരു പാട്ടാണ്, കൺഫ്യൂഷൻ തീർക്കണേ എന്നുള്ള ഒരു പാട്ടിൻ്റെ അകമ്പടിയോടെയാണ് ഇന്നത്തെ ദിനം ആരംഭിച്ചത്. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ്. കിച്ചണിൽ ചില പരിപാടികളൊക്കെ ഉണ്ട്. അനുവിൻ്റെ വീട്ടിൽ നിന്ന് വന്ന സമയത്തും അനുവിൻ്റെ കിച്ചണിലുള്ള ഒരു പരിപാടികളൊക്കെ ഇത്തിരി കുറച്ചുകൂടെ എന്നുള്ളതാണ് അമ്മയുടെയും ചേച്ചിയുടെയും ഒരു സജഷൻ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ പണിയാണ്. അപ്പോൾ അത് ഒനിലിനെ കുറച്ചൊക്കെ അറിയാം, അനുമോൾക്ക് നല്ല കറക്റ്റായിട്ട് അറിയാം. കാരണം നാട്ടിൻ പുറത്തെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ അനീഷ് പോയിട്ട് അനുവിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ തലേ ദിവസം അനുവിനെ അപമാനിച്ചതൊന്നും അനുവിന് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അനു പറഞ്ഞു, നിങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങൾ തന്നെ ചെയ്തോളൂ, അല്ലെങ്കിൽ ചെയ്തു നോക്കിക്കോളൂ. അനു അതിന് വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അതിൻ്റെ ഒരു റിവെഞ്ചിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ടാസ്കിൽ അനീഷ് അനുമോളുടെ കിച്ചൺ നടപടികളെ കുറിച്ചിട്ടും കിച്ചണിലുള്ള അനുമോളുടെ ആ ഒരു പരിപാടികളെ കുറിച്ചിട്ടും ഇവരെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ചിട്ടും അഹങ്കാരത്തെ കുറിച്ചിട്ടും ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു? ആരെ പോലെ ആവാനായിട്ടാണ്, ഹൗസിൽ ആരെ പോലെ ആവാനായിട്ടാണ് കണ്ടസ്റ്റൻസിന് താല്പര്യമുള്ളത്. ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് ഒരാളെ പറയണം, എനിക്ക് ഇയാളെ പോലെ ആവാനാണ് ഇഷ്ടം, ഇയാളെ പോലെ ഒരിക്കലും ആവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞത് അനുമോളെ പോലെ ആവരുത് എന്നുള്ളതായിരുന്നു. അനീഷ് ഏതായാലും അനുമോളെ ഈ കിച്ചണിലേക്ക് വിളിക്കുന്ന സമയത്ത് നിന്ന് വെറുപ്പിക്കുന്നൊന്നുമില്ല. അനീഷ് അങ്ങ് കിച്ചണിലേക്ക് പോവുകയാണ്, സ്വന്തമായിട്ട് ചെയ്തോളാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഷാനവാസും നെവിനും അവിടെ നിന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്, ഇരുന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഷാനവാസിൻ്റെ ഗെയിം എൻ്റെ പൊന്നെ എന്തൊരു ഉടായ്പ് ഗെയിമാണ്. എനിക്കുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് വിഷമം തോന്നാറുണ്ട്. ഷാനവാസ് എന്തൊരു ഗെയിമാണ് കളിക്കുന്നത്. ഷാനവാസായിട്ട് അങ്ങ് മുന്നോട്ടേക്ക് പോയാൽ പോരെ. എനിക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഷാനവാസ്. പക്ഷേ ഇയാളുടെ അടുത്തു നിന്ന് ഒരു നിലവാരവും ഇല്ലാത്ത ഒരു സമീപനം, അതേപോലെ തന്നെ ബന്ധങ്ങളെയൊക്കെ പുള്ളി ഇങ്ങനെ യൂസ് ചെയ്യുന്ന രീതികളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടക്കേട് ഉണ്ട്. അപ്പോൾ നെവിൻ്റെ അടുത്ത് പുള്ളി പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദിലയും അതേപോലെ തന്നെ നൂറയൊക്കെ മാക്സിമം ഇകഴ്ത്തിയിട്ടാണ് നെവിനെ പുള്ളി സൈഡാക്കുന്നത്. നെവിനോട് പറയുകയാണ്, എനിക്ക് ദേഷ്യം എന്ന് പറയുന്നത് ഒരു 10% ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞ് നെവിനെ സെറ്റ് ചെയ്യുന്നു. നമ്മുടെ ഒരു കോംബോ, ആ ഒരു കോംബോയെ കുറിച്ചിട്ടാണ്, അഭിലാഷൊക്കെ ഉന്നയിച്ച ആ ഒരു കോംബോയെ കുറിച്ചിട്ടാണ് ഇവിടെ ഷാനവാസ് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്. അത് പ്രേക്ഷകർ കാണില്ലേ? നെവിനെ കൺവിൻസ് ചെയ്തിട്ട് എന്താണ് കാര്യം? പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാനായിട്ട് ഷാനവാസിന് പറ്റണ്ടേ? ഷാനവാസ് അങ്ങനെയുള്ള ഒരു പരിപാടി. ഇപ്പോൾ അനീഷ്, ആദില, നൂറ, ഇവരോടൊന്നും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കണക്ഷനും ഷാനവാസിനില്ല. അക്ബർ എത്ര ആത്മാർത്ഥതയോടെയാണ് ഷാനവാസിനെ കേട്ടിരുന്നതും ഷാനവാസിൻ്റെ കൈ പിടിച്ചതുമൊക്കെ. എന്നാൽ അക്ബറിനെതിരെയും ഷാനവാസ് നൈസായിട്ടുള്ള പണികൾ കൊടുക്കുന്നുണ്ട്. അക്ബർ അങ്ങനെ ന്യായമില്ലാത്ത കാര്യത്തിന് ചുമ്മാ കയറി ഒരാളെ അറ്റാക്ക് ചെയ്യത്തില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അക്ബർ അങ്ങനെ ന്യായമില്ലാത്ത കാര്യത്തിന്, ന്യായമില്ലാത്ത ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചില ടാസ്ക് എടുക്കുന്ന സമയത്ത് സ്ട്രാറ്റജിക്കലായിട്ടുള്ള ചില അറ്റാക്കിംഗ് അല്ലാതെ ചുമ്മാ ഈ വ്യക്തിപരമായിട്ട് ഒരാളെ ഉപദ്രവിക്കണം എന്നുള്ള രീതിയിൽ പെരുമാറുന്നത് ഞാൻ അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല. ഈ അക്ബറിനെതിരെയൊക്കെ ഷാനവാസ് കളികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അക്ബറിനെ ഇപ്പോൾ കുറേയധികം ആളുകൾ ഒരു ശത്രുവായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശത്രുവായിട്ട് കൺസിഡർ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ ഷാനവാസ് പതുക്കെ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ്. കണ്ടസ്റ്റൻസിനടുത്ത് അക്ബറിനെ കുറിച്ച് കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഇടവേളകളിൽ ഇങ്ങനെ കൊടുത്തു കൊണ്ടുവന്ന ഒരു ഗെയിമാണ്. ഈ ഒരു സംസാരം നടക്കുന്ന ബാക്ക്ഗ്രൗണ്ടിലും കിച്ചണിൽ കാര്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ അനുമോള് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അനുമോളെ അനീഷ് വിമർശിക്കുകയാണ്. കിച്ചൺ മുഴുവൻ ഇങ്ങനെ അടക്കി പിടിക്കണം
പഠിക്കണമെന്നുള്ള അനുമോളുടെ ആ ഒരു പരിപാടി ശരിയല്ല. അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും അവസരങ്ങൾ വേണം. അതേപോലെ ഞങ്ങളൊക്കെ ഇത് ചെയ്ത് പഠിച്ചാൽ എന്നാണ് നിങ്ങൾക്ക് പ്രശ്നം? ശരിയാണ്. ഇപ്പോൾ കിച്ചണിൽ അവർക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല. കുക്ക് ചെയ്യാൻ അറിയത്തില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ കുക്ക് ചെയ്ത് പഠിക്കട്ടെ. അല്ലാതെ എനിക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, എല്ലാം എന്നെക്കൊണ്ടേ പറ്റത്തുള്ളൂ, എല്ലാവരും ഭക്ഷണം കഴിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ ഇതൊരു ഗെയിമല്ലേ, ഇപ്പോൾ ഇതൊരു സർവൈവിങ് ഗെയിമല്ലേ, സർവൈവൽ ഗെയിമല്ലേ. അപ്പോൾ അവിടെ കുക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ കുക്ക് ചെയ്യാൻ പഠിച്ചിട്ട് കുക്ക് ചെയ്തോളും. അപ്പോൾ അത് ട്രൈ ചെയ്യുക എന്നുള്ള ഒരു സംഭവം അനീഷൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ അവസരം കൊടുക്കുക എന്ന് പറയുന്ന കാര്യം ബാക്കിയുള്ള ആളുകളും ചെയ്യേണ്ടതുണ്ട്. ബിന്നി ക്യാപ്റ്റനാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ പ്രിവിലേജസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നൂബിൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ബിന്നിയോട് അധികം ആളുകൾ കയറി അറ്റാക്കൊന്നും ചെയ്യുന്നില്ല. എന്നാലും ബിന്നി കാര്യമായിട്ട് തന്നെ ഗെയിമിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങി കളിക്കുന്നുണ്ട്. കൂടെ ആളുള്ളതിൻ്റെ ഒരു പവറൊക്കെ ബിന്നിയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ബിന്നി നെവിനോടും ഷാനവാസിനോടും ഒക്കെ ജോലി ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഷാനവാസ് കിച്ചണിൽ പണിയെടുക്കേണ്ടതാണ്, പക്ഷേ അത് എടുക്കാതെ അവിടെ നെവിനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെവിനെ കൺവിൻസ് ചെയ്തിട്ട് എന്ത് കാര്യം, ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഷാനവാസിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ബിന്നി ശ്രമിക്കുന്നു, എഴുന്നേൽക്കുന്നില്ല. നെവിനെ എഴുന്നേൽപ്പിക്കുന്നു. നെവിൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. നെവിൻ കുറച്ച് ഐഡിയ ഉള്ളവനാണ് കേട്ടോ. നെവിൻ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ദേഷ്യം ഉണ്ടെങ്കിലും നെവിൻ അത് പുറത്തൊന്നും പ്രകടിപ്പിക്കത്തില്ല. ഷാനവാസ് വരുമ്പോൾ നൈസായിട്ട് ഷാനവാസിനെ അടിച്ചിടും. ഓക്കെ അത് എനിക്കറിയത്തില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ ഇടും. പക്ഷെ നാളെ ഒരു അവസരം വരുന്ന സമയത്ത് നെവിൻ ഷാനവാസിന് 8ൻ്റെ പണി കൊടുക്കും, എടുത്തിട്ടടിക്കും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. നെവിനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റത്തില്ല. നെവിൻ അങ്ങനെ ഒരു ഗെയിമറാണ്. നെവിനെ അതൊരു അവസരമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ബിന്നി വിളിച്ച സമയത്ത് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നെവിൻ പണിയെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു സാഹചര്യത്തിലും പണിയെടുക്കാൻ വേണ്ടി പോകാത്ത നെവിനാണ്. പക്ഷേ ഷാനവാസിൻ്റെ ആ ഒരു പിടിയിൽ നിന്ന് നെവിൻ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ നെവിനെ ഷാനവാസ് കളിയാക്കുന്നു. എടാ നാണമില്ലേടാ എന്നൊക്കെ ഉള്ള രീതിയിൽ കളിയാക്കുന്നു. പക്ഷേ നെവിൻ എഴുന്നേറ്റ് പോവുകയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്, ഇന്ന് 3 ആളുകളുടെ ഫാമിലിയാണ് ഹൗസിലേക്ക് വരുന്നത്. അനുമോള്, ജിസേല്, ആര്യൻ. 3 ആളുകളും വളരെയധികം ടെൻസ്ഡാണ് കേട്ടോ. 3 ആളുകളും ടെൻസ്ഡാണ്. അതാണ് ഇതിനകത്തെ പ്രത്യേകത. 3 പേരും ഭയങ്കര ടെൻസ്ഡാണ്. കാരണം 3 പേരും ഒരേ പ്രശ്നങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. 3 പേരും ഒരേ കാര്യങ്ങളിൽ വറി ചെയ്യുന്ന ആളുകളാണ്. 3 പേരും ഒരേ കാര്യങ്ങളിൽ നെഗറ്റീവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ്. 3 പേരും ഭയങ്കര ടെൻസ്ഡാണ്. അനുമോൾക്കാണെങ്കിൽ ഫാമിലി വരണ്ട എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതേപോലെ തന്നെ ജിസേലിനാണെങ്കിലും പുറത്തെ കാര്യങ്ങളൊന്നും അറിയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ല എന്നുള്ളതല്ല, അതിനുള്ള ശക്തിയില്ല എന്നാണ് പുള്ളിക്കാർ വിചാരിക്കുന്നത്. ആര്യൻ അത്ര ടെൻസ്ഡ്. ജിസേലിൻ്റെ അമ്മ വരുന്ന സമയത്ത് ആര്യൻ തകർന്ന് തരിപ്പണമായി കൺഫെഷൻ റൂമിലേക്കൊക്കെ പോയിരിക്കുന്നു. അപ്പോഴാണ് ആര്യൻ്റെ വീട്ടുകാർ വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്, ഒരു നോക്ക് കണ്ടിട്ട് പോയി ടാസ്ക് ചെയ്തു. ടാസ്ക് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാർ തിരിച്ചു പോകും. ഐ ലവ് യു മമ്മി എന്നുള്ള ഒരു പാട്ടിൻ്റെ അകമ്പടിയോടെയാണ് ജിസേലിൻ്റെ അമ്മ ഹൗസിലേക്ക് വരുന്നത്. അനുമോളുടെ അമ്മയെ പ്രതീക്ഷിച്ചിട്ട് അവിടെ പോയിരിക്കുകയാണ്. സെറീനയുടെ അമ്മ വന്ന സമയത്തും അങ്ങനെയുള്ള പാട്ടല്ലേ ഇട്ട് കൊടുത്തത്. സിംഗിൾ മദർ, ഇപ്പോൾ അച്ഛൻ മരിച്ച സാഹചര്യത്തിലൊക്കെ ഉള്ള ആളുകളോ അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ ഇങ്ങനെ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ജിസേലിൻ്റെ അമ്മ വരികയാണ്. എന്ത് ക്ലാസ് ഉള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആര്യൻ്റെയും ജിസേലിൻ്റെയൊക്കെ അനുമോളുടെയൊക്കെ പേരൻസ്. എന്ത് നൈസായിട്ടാണ് അവർ കണ്ടസ്റ്റൻസിനോട് ഡീൽ ചെയ്യുന്നത്. എന്ത് നൈസായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ലൈവ് കാണുന്ന സമയത്ത് ഉള്ള വിലയിരുത്തലിൽ നിന്നിട്ട് നമ്മൾ വിചാരിച്ചു പോകും ഇവർക്കെന്തോ ഉള്ളിലെന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ. ആര്യൻ്റെ വീട്ടുകാരൊക്കെ എത്ര നൈസായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇനി വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ അനുമോള് അത്രയധികം അമ്മയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു വിഷ്വലാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ജിസേലിൻ്റെ അമ്മയാണ് ഹൗസിലേക്ക് വരുന്നത്. ആദ്യം തന്നെ ഹഗ് ചെയ്തിട്ട് പറയുന്നു, നന്നായിട്ട് കളിക്കുന്നില്ല കേട്ടോ നീ. ഞാൻ കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ടു കേട്ടോ. നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നാണോ കളിക്കുന്നില്ലെന്നാണോ പറഞ്ഞത്? നന്നായിട്ട് കളിക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. വന്നപ്പോൾ തന്നെ അവർ നെഗറ്റീവാണ് കൊടുത്തത്. ആദ്യഘട്ടങ്ങളിലൊന്നും ജിസേലിന് ഒരു കാര്യം അറിയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഫുൾ ടൈം മേക്കപ്പിനെ കുറിച്ചിട്ടും ബാക്കി കാര്യങ്ങളെക്കുറിച്ചിട്ടും ഒക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ പറയുന്നത് പോലും ജിസേൽ കേൾക്കുന്നില്ല. ഫുൾ ഇങ്ങനെ ഞാൻ ഈ സീസൺ തുടങ്ങിയ സമയത്ത് പറഞ്ഞില്ലേ, പുള്ളിക്കാരി ഇവിടെ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനായിട്ടൊന്നുമല്ല എന്നെനിക്ക് തോന്നാറുണ്ട്. പുള്ളിക്കാരിയെ നല്ല രീതിയിലൊന്ന് പോർട്രേ ചെയ്യുക, അല്ലെങ്കിൽ പുള്ളിക്കാരുടെ മോഡലിംഗ് കരിയറിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിലേക്ക് പ്രസൻറ്റബിൾ ആവുക എന്നുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കാരി ഗെയിമൊന്നും നോക്കുന്നില്ല. പിന്നെ നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആര്യൻ്റെ കാര്യത്തിലൊക്കെ ടെൻസ്ഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് ജിസേലിൻ്റെ അമ്മയെ വെൽക്കം ചെയ്യുന്നു. പൊന്നമ്മ എന്നുള്ളതാണ് അമ്മയുടെ പേര്. പൊന്നമ്മ, രമണി, അനുമോളുടെ അമ്മയുടെ പേര് രമണി. അങ്ങനെ തനി നാടനായിട്ടുള്ള കുറച്ച് പേരുകളൊക്കെ ഇന്നലെ കേൾക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അങ്ങനെയൊന്നും ആളുകൾക്ക് പേരുകൾ കേൾക്കാറില്ലല്ലോ. ഏത് കണ്ടസ്റ്റൻസിൻ്റെ പേരൻസ് വന്നാലും നെവിനാണ് കൈ പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നതും നെവിനാണ് ഏറ്റവും കൂടുതൽ സ്നേഹം ആദ്യം ഘട്ടത്തിൽ തന്നെ വാങ്ങിച്ചെടുക്കുന്നതും. അവർക്ക് നെവിനെ ഇഷ്ടമൊക്കെയാണ്. എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു ഒരു കൂട്ടം ആളുകൾക്ക് നെവിൻ്റെ ആ ഒരു പരിപാടികളൊക്കെ ഇഷ്ടമാണ്. പുള്ളി ഭയങ്കര കോമഡി കാര്യങ്ങളൊക്കെ ആണല്ലോ. നമ്മൾ ഈ ലൈവൊക്കെ കാണുമ്പോഴത്തേന് ഈ ചെങ്ങായി വെറുപ്പിക്കലായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എപ്പിസോഡ് കാണുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു നെവിൻ്റെ പരിപാടിയൊക്കെ ഇഷ്ടമാണ്. നെവിൻ തന്നെ പറയുന്നുണ്ട്, നെവിൻ പഞ്ചസാരയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ പുള്ളി അതൊരു ഗെയിമായിട്ട് തന്നെ നോക്കി കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജിസേലിന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് ലഭിച്ചത്. ബിഗ് ബോസ് ഹൗസിൻ്റെ ആ ഒരു പസിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ജിസേലിന്
ഇത്തിരി വകതിരിവ് കുറവുള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് ഇത്തിരി ഈ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ബോധം കുറവുണ്ട്. പുള്ളിക്കാരി അത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ക്യാനിങ്ങനെ എടുത്ത് വയ്ക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരി ഹൗസിലേക്ക് വരികയാണ്. ഈ സമയത്ത് അമ്മ കണ്ടസ്റ്റൻസിലെ എല്ലാ ആളുകളോടും നല്ല രീതിയിൽ സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ആളുകളെയും ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അനുമോളെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരെയും നല്ല രീതിയിൽ തന്നെയാണ് ജിസേലിൻ്റെ അമ്മ ട്രീറ്റ് ചെയ്തത്. പിന്നീട് നമ്മൾ കാണുന്നത് ജിസേൽ അമ്മയോട് സംസാരിക്കുന്നതാണ്. ആരിനെ നന്നായിട്ട് മീറ്റ് ചെയ്തില്ല, അറിഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്തതല്ല എന്ന് അമ്മ പറയുന്നു. ഡാഡിയാണ് സത്യം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയില്ല കേട്ടോ അറിഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്തതാണെന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ചെറിയൊരു ബാരിയർ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പേരൻസിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്കുള്ള ഐഡിയ ഒക്കെ തന്നെയല്ലേ അവർക്കും ഉള്ളൂ. അല്ലാതെ അവർ അകത്ത് കയറിയിട്ട് മനസ്സ് വായിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവർക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചെറിയ ഒരു ചിന്ത ഈ പേരൻസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങിയ ആര്യൻ്റെ അമ്മ അങ്ങനെ സംസാരിച്ചത്. അവർ പ്രണയമാണോ സൗഹൃദമാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ജിസേലിൻ്റെ അമ്മയ്ക്ക് ആര്യനോടോ അല്ലെങ്കിൽ ആര്യൻ്റെ ഫാമിലിക്ക് ജിസേലിൻ്റെ ഫാമിലിയോടോ അല്ലെങ്കിൽ ജിസേലിനോടോ ഒക്കെ സംസാരിക്കാനായിട്ട് ഒരു ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഒരു ചെറിയ ബാരിയർ ഉണ്ടാവും. നമ്മൾ അതിനെ ഒന്ന് കൺസിഡർ ചെയ്യണമല്ലോ. അനീഷിനെ കുറിച്ചിട്ട് ജിസേലിൻ്റെ അമ്മ പറയുന്നത് ഫെയർ പ്ലേ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ആ ഒരു കാര്യം ഒന്ന് ഒഴിവാക്കിയാൽ നല്ലത്. നെവിനെ കുറിച്ചിട്ട് പറയുന്നത് ഫെയർ കബി ഫെയർ പ്ലേ ആണ്. പിന്നെ അനുമോൾക്ക് നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്നു, നല്ല രീതിയിൽ പെരുമാറുന്നു, എന്നീ കാര്യങ്ങളൊക്കെ അനുമോൾ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. ശരിക്കും ഈ അനുമോളുമായിട്ട് പ്രശ്നമുള്ള ആളുകളുടെയൊക്കെ പേരൻസിന് അനുമോളെ വലിയ ഇഷ്ടമാണ്. ആര്യൻ വളരെയധികം ടെൻസ്ഡായിട്ട് കൺഫെഷൻ റൂമിൽ ഇരിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അച്ഛൻ അമ്മ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. അച്ഛൻ വരാൻ സാധ്യതയില്ലെങ്കിലും അച്ഛനെ ആര്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തിരി ഡൗൺ ആയി, എന്താണ് കാര്യമെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ആര്യൻ്റെ ബ്രദർ തരുഷ് നല്ലൊരു മച്ചാനാണ്, പുള്ളി ഹൗസിലേക്ക് വരികയാണ്. പിന്നീട് ആര്യൻ്റെ അമ്മ ഹൗസിലേക്ക് നല്ലൊരു പാട്ടിൻ്റെ അകമ്പടിയോടെ വരികയാണ്. വന്ന പാടെ അനുമോളെ ഹഗ് ചെയ്യുന്നു. എൻ്റെ മക്കളാണ്. എത്ര തവണയാണ് ആ ഒരു അമ്മ ആദില നൂറയോട് പറയുന്നത്, എൻ്റെ മക്കളാണ്, ഞാൻ അഡോപ്റ്റ് ചെയ്ത എൻ്റെ മക്കളാണ്, എല്ലാ ആളുകളും കേൾക്കൂ, ഞാൻ ഇവരെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. എനിക്കെന്തോ എൻ്റെ ഉള്ളിൽ തട്ടി. ഇവർക്ക് എനിക്ക് തോന്നുന്നു പേരൻസ് വരില്ല എന്നുള്ള അവരുടെ വിഷമമൊക്കെ ആയിരിക്കും ഇവരുടെ ഉള്ളിൽ തട്ടിയത്. ലക്ഷ്മി ഒരു സൈഡിൽ ഇങ്ങനെ എളുപ്പമായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഫാമിലിയാണ് കേട്ടോ. ആര്യൻ്റെ ബ്രദറും അമ്മയൊക്കെ അടിപൊളി ടീംസാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആര്യൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നല്ല മസാനായി മാറിയത്, ഈ ആളുകളോട് ഒരു എമ്പതി ഉള്ള ഒരാളായി മാറിയത് എന്നുള്ളത് വളരെ എവിഡൻ്റാണ് ഇവരുടെ പെരുമാറ്റത്തിൽ നിന്നിട്ട്. ആര്യൻ അങ്ങനെ ആളുകൾ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇറിറ്റേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഗെയിം കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഉപദ്രവിക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആളുകളുടെ ഇമോഷൻസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരുടെ അടുത്ത് നിന്നാണ് കിട്ടിയത് എന്നുള്ളത് എനിക്ക് ഈസി ആയിട്ട് മനസ്സിലായി. ഡിംപിൾ എന്നുള്ളതാണ് അമ്മയുടെ പേര്, തരുഷ് എന്നുള്ളതാണ് ബ്രദറിൻ്റെ പേര്. എല്ലാം എൻ്റെ കുടുംബമാണ്, എല്ലാ മക്കളും എൻ്റെ ആണെന്നുള്ള രീതിയിലാണ് അമ്മ പെരുമാറുന്നത്. പിന്നെ ജിസേലിനെ കുറിച്ചിട്ട് ചോദിക്കുന്നു. ജിസേൽ ഈസ് എ ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണ് അമ്മ കൺസിഡർ ചെയ്യുന്നത്. ഫ്രണ്ടാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ മരുമോളായിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്, മകളായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് ഉദ്ദേശമില്ല. അതല്ലെങ്കിലും മകൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ മകൻ്റെ ഏറ്റവും അടുത്ത സ്ത്രീ സുഹൃത്തിനെ മകളായിട്ടൊക്കെ കൺസിഡർ ചെയ്യണമെന്നൊക്കെ അവർ ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. തരുഷ് അപ്പോൾ നമ്മുടെ പ്ലാച്ചിയൊക്കെ ചോദിക്കുന്നുണ്ട്. പ്ലാച്ചിക്ക് കാര്യമായിട്ടുള്ള ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാച്ചി വഴി കുറച്ച് ബഹുമാനം അനുമോളിലേക്കും വന്നു, മറ്റേ ചോട്ടാ മുംബൈയിൽ പറയുന്നത് പോലെ. അങ്ങനെ ജിസേലിൻ്റെ അമ്മ പോവുകയാണ്. ആര്യൻ്റെ ഫാമിലി വന്നപ്പോഴത്തേക്ക് കുറച്ച് അറ്റൻഷൻ മറ്റേ ആര്യൻ്റെ ഫാമിലിയിലേക്ക് പോയി. അവർ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ടീംസ് ആയിരുന്നല്ലോ. അപ്പോൾ ജിസേലിൻ്റെ അമ്മ ഒരു സൈഡിൽ ആയിരുന്നു. വലിയ കാര്യമായിട്ട് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ആര്യൻ തൻ്റെ ഫാമിലിയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് പുറത്തെ കാര്യങ്ങളൊക്കെ, ആരെങ്കിലുമൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ? തരുഷ് പറയുന്നു, ബ്രദർ പറയില്ല, ഞങ്ങളൊന്നും പറയില്ല, നിങ്ങൾ ഇൻഡിവിജ്വലി ഗെയിം കളിക്കൂ എന്നുള്ളതാണ് അമ്മ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആളുകളൊക്കെ വിക്റ്റായി പോയില്ലേ, ബെഡൊക്കെ മാറി കിടക്കാം, ഇൻഡിവിജ്വലി ബെഡൊക്കെ മേക്ക് ചെയ്യാം. അപ്പോൾ ആര്യൻ്റെ അമ്മ ജിസേലിൻ്റെ അമ്മയൊക്കെ വന്നിട്ട് ഹൗസിൽ ഇവരുടെ വൃത്തി, ഇവരുടെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബെഡിനെ കുറിച്ചിട്ടൊക്കെ പരാതികൾ പറയുന്നുണ്ട്. ഇതിനുശേഷം അനുമോളുടെ ഫാമിലി ഹൗസിലേക്ക് വരികയാണ്. വീട്ടിൽ നിന്ന് ആരും വരണ്ട എന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും അനുമോൾ അവിടെ പോയിട്ട് അയ്യോ മുട്ടിലൊക്കെ കുത്തിന്ന് അയ്യോ എന്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു അനുമോൾക്ക്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഒരുമാതിരി രസം കൊല്ലി അനുമോളെ തിരിച്ചു വിളിച്ചിരിക്കുന്നു, പോയി ടാസ്ക് ചെയ്തിട്ട് വരൂ എന്നുള്ളത്. അനുമോൾ കട്ട ദേഷ്യം, എനിക്കറിയാമായിരുന്നു എനിക്ക് ഇങ്ങനത്തെ പണി തരുമെന്ന്, എന്നോട് മാത്രം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ പോയി ദേഷ്യപ്പെട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ അനുമോളുടെ അമ്മ വന്നപ്പോഴും ആദില നൂറ അവരെ ഭയങ്കരമായിട്ട് കെട്ടിപ്പുണരുന്നുണ്ട്. അനുമോളുടെ അമ്മ രമണിക്കും സഹോദരി ആര്യയ്ക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് നേരുകയാണ്. ഇതിനുശേഷം നമ്മുടെ ആര്യൻ്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോവുകയാണ്. അവർക്ക് അനുമോളോട് വലിയ കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ, അത് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അനുമോളോട് വലിയ കാര്യമൊക്കെ ആയിരുന്നു.
അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. എന്തോ എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടെ ഈ വഴക്കൊക്കെ മാറി കണ്ടസ്റ്റൻസ് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവട്ടെ, മകൻ ആരോടെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടുതൽ ചേർത്ത് നിർത്താമെന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും വരുന്നത്. ആര്യൻ്റെ അമ്മ പുറത്തേക്ക് പോയ സമയത്ത് ലൈവിൽ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണത്തില്ല, നിങ്ങൾ കേട്ട് കാണും. ആര്യൻ്റെ അമ്മ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ജിസേലിനോട് വീട്ടിൽ വന്ന് എന്നെ കാണാതെ പോകരുത്. അപ്പോൾ അത് അങ്ങനെയാണ്, എന്താ കാര്യം എന്നൊക്കെ ഉള്ളത് അവർക്കറിയാനും സംസാരിക്കാനായിട്ടൊക്കെ ഉള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അവർ പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ അനുവിൻ്റെ അമ്മ അനുവിനോട് ചോദിക്കുന്നത്, നീ എന്തിനാണ് എപ്പോഴും കരയുന്നത്? പിന്നെ ആര്യ ചേച്ചി പറയുന്നു, നെഗറ്റീവ് ഒന്നും അടിക്കണ്ട, നന്നായിട്ട് നിന്ന് കളിക്കുക, ഏതൊക്കെ രീതിയിൽ ആരൊക്കെ തളർത്താൻ നോക്കിയാലും പിടിച്ചു നിൽക്കുക. അതേപോലെ തന്നെ ലാലേട്ടനൊക്കെ പറയുന്നത് നല്ലതിന് വേണ്ടിയാണ്, അതിനെ ആ ഒരു സെൻസിലെടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ അവിടേക്ക് വരുന്നു. ആര്യൻ നല്ലൊരു പയ്യനാണല്ലോ. ആര്യൻ അവിടെ വന്നിട്ട് ആര്യൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുകയാണ്. ഞാനിങ്ങനെ അനുമോളോട് വഴക്കുണ്ടാക്കുന്നത് സീരിയസ് ആയിട്ടൊന്നും അല്ല കേട്ടോ. അനുമോൾ നല്ല പാവമാണ്, സ്വീറ്റ് ഹാർട്ടാണ്, ഇന്നസെൻ്റ് ആണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല. ആരിനോട് അല്ലെങ്കിലും ദേഷ്യമൊന്നും തോന്നാനായിട്ടുള്ള വഴി ഇല്ലല്ലോ. അപ്പോൾ ആദിലേ നൂറയും കട്ടിലയിൽ കിടന്ന് അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അവരുടെ വിഷമമൊക്കെ മാറി, പേരൻസ് വരാത്ത വിഷമങ്ങളൊക്കെ മാറി. അതങ്ങനെയല്ലേ, കാരണം വരുന്ന ആളുകൾ എന്ത് നന്നായിട്ടാണ് അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നിട്ട് ലക്ഷ്മി അങ്ങോട്ട് ഉരുകുകയാണ് ഇതൊക്കെ കാണുന്ന സമയത്ത്. നമ്മളൊക്കെ മനുഷ്യന്മാരാണോ, ആ ഒരു മനുഷ്യത്വം കൊണ്ടാണ് അനുമോള് ആദില നൂറായിട്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാവുന്നത്. കാരണം അവർ ജെൻഡറും സെക്ഷുവാലിറ്റിയും ഒന്നും നോക്കണില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമ്മളിതൊന്നും നോക്കില്ല. നമ്മൾ സൗഹൃദങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിൽ വന്നു കഴിഞ്ഞാൽ, നമുക്കവിടെ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്നും നോക്കില്ല. ഈ സെക്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ, മറ്റേ കാമരോഗികൾ, അവന്മാർ മാത്രമേ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കത്തുള്ളൂ. അത് മറ്റേ മതപുരോഹിതന്മാരിലെ ഒരു കൂട്ടം ആളുകളും മറ്റേ ചെറുപടലകളും ഒക്കെയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവന്മാർ കാമരോഗികളാണ്. അല്ലാത്ത സാധാരണ മനുഷ്യന്മാർ, നമുക്ക് ഡേ ടു ഡേ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനകത്ത് സെക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ചെറിയ ഭാഗമായിട്ട് നമ്മളുടെ പേഴ്സണൽ സർക്കിളിൽ, നമ്മളുടെ ദാമ്പത്യത്തിലൊക്കെ വരുന്ന അല്ലെങ്കിൽ പാർട്ണർഷിപ്പിലൊക്കെ വരുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഇത്തിരി ചിന്തിക്കുന്നുള്ളൂ. ബാക്കി നമ്മളുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങളല്ലേ. മറ്റേ രോഗികൾക്കാണ് ഇതിൻ്റെ പ്രശ്നം. വീണ്ടും അപ്പോൾ ആരോ വരുന്നത് പോലുള്ളൊരു മ്യൂസിക്കാണ്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വന്ന ആൾക്കാർ എന്തെങ്കിലും സാധനം മറന്നു വെച്ചിട്ടുണ്ടാവും, അതെടുക്കാൻ വേണ്ടിയുള്ള മ്യൂസിക്കാണെന്ന്. അപ്പോഴാണ് ആ ഒരു മ്യൂസിക്കിൻ്റെ സൈഡിൽ കുമ്മനടിച്ച് സ്പൈക്കൂട്ടൻ അങ്ങടേക്ക് വരുന്നത്. സ്പൈക്കൂട്ടനെല്ലാം തപ്പിപ്പറക്കുകയാണ്. നമ്മുടെ നിവിൻ്റെ അച്ചാറ് പൊക്കി ഫ്രിഡ്ജ് പോയി ചെക്ക് ചെയ്യുന്നു. നമ്മുടെ ലക്ഷ്മി കറക്റ്റ് മറ്റേ അഭിഷേക് ശ്രീകുമാറിൻ്റെ സ്ട്രാറ്റജിയാണ് കേട്ടോ എടുക്കുന്നത്. അവസാന ആഴ്ചകളിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഒരു പകുതിക്ക് ശേഷമൊക്കെ നമ്മൾ കൂടുതൽ ബീൻ ബാഗിൽ ഇരുന്നാൽ മതി, ജയിക്കും എന്നുള്ള ഒരു ഉപദേശമൊക്കെ പുള്ളിക്കാരി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ലക്ഷ്മി ഇപ്പോൾ ഫുൾ ടൈം ബീൻ ബാഗിലാണ്. ഏത് ചോദ്യം ചോദിച്ചാലും പുള്ളിക്കാരി അവോയ്ഡ് ചെയ്തിട്ട് മറുപടി ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. നെഗറ്റീവ് ആകാനായിട്ടോ പോസിറ്റീവ് ആകാനായിട്ടോ ശ്രമിക്കുന്നില്ല. ഒരു ഇനാക്റ്റീവ് മോഡിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. ഇതിനുശേഷം മറ്റേ ചപ്പാത്തിക്ക് വെള്ളം കൂടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉപദേശം നമ്മുടെ അനീഷിന് ഇഷ്ടപ്പെടുന്നില്ല. അക്ബറാണ് ആ ഒരു ഉപദേശം പങ്കുവെച്ചത്. ഇങ്ങനെ വെള്ളം കൂടി ഇത് പരത്തി കഴിഞ്ഞാൽ ഈ പരത്തിയ ചപ്പാത്തികൾ ഒന്നായി പോകുമെന്നൊക്കെ ഉള്ളതാണ്. അനീഷ് വെറുതെ അവിടെ കിടന്നിട്ട് ഒരു അലമ്പുണ്ടാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അക്ബർ പറഞ്ഞത് ഒരു പോയിൻ്റാണ്. ജിസേലും ആര്യനും അവിടെ നിന്ന് അവർക്ക് തോന്നിയ കാര്യങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ ചില സന്തോഷമൊക്കെ പങ്കിടാനായിട്ട് ശ്രമിക്കുകയാണ്. അവർക്ക് മൊത്തത്തിലൊരു സാറ്റിസ്ഫൈഡ് ഒന്നും ആയില്ല. കാരണം വീട്ടുകാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പുണരുന്ന മൊമെൻറ്റ്സ് ഒന്നും അവർക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ ഒരു ചിന്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് നെഗറ്റീവ് ഉണ്ട്, കുറച്ച് നെഗറ്റീവൊക്കെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ അവർ ഒരു പരിധി വരെ അതിനെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കോഫിയോ എന്തോ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ചെറിയ ഒരു ഡ്രിങ്ക് പാർട്ടിയൊക്കെ അവർ അവിടെ മനസ്സിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിയേഴ്സൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ബിന്നി നുബിൻ കിടക്കുന്ന കട്ടിലേക്ക് നിവിൻ വരുന്നു. ഒരു വെറുപ്പിക്കലാണ്, പോട്ടെ. നമ്മൾ ലൈവിൽ കാണുന്നില്ലാത്തതുകൊണ്ടേ ആ ഭാഗത്തെ ലൈവ് നമ്മൾ കാണാറില്ലല്ലോ, എപ്പിസോഡല്ലേ കാണുന്നത്, നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ബിന്നി പറയുന്ന ഒരു കാര്യമുണ്ട്, ആദില നൂറയുടെയൊക്കെ ഇടയ്ക്കോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ പിരിക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയം ഉണ്ടാക്കിയാണ്. ഞങ്ങളായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നെവിൻ ഒരു ഭാവ കളിയാണെന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ കാണുന്നത് അക്ബറും ജിസേലും കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്നതാണ്. അക്ബർ ഭയങ്കര ജെനുവിനായിട്ടുള്ള കൺസേൺസൊക്കെയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ അക്ബർ ശരിയാണ്, ജിസേലിൻ്റെ കാര്യത്തിൽ അക്ബർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒനിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ജിസേൽ ഇത് കറക്റ്റ് പോയി ഒനിലിനോട് പറയും. ഒനിൽ നല്ലൊരു കുറുക്കനാണേ, എന്നിട്ട് അക്ബർ നെഗറ്റീവ് ആവും. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒനീലിൻ്റെ ഭാഗത്ത് എനിക്കൊരു ന്യായവും തോന്നുന്നില്ല. കാരണം ഒനീൽ കളിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒനീലിന് ഒരു തോന്നൽ തോന്നി, ഫാമിലി വീക്കൊക്കെ വന്ന സമയത്ത് ഒരു തോന്നൽ തോന്നി, ജിസേൽ ആൻഡ് ആര്യൻ്റെ കളി പുറത്ത് നെഗറ്റീവാണ്. അപ്പോൾ അതിനെ കയറി താൻ സപ്പോർട്ട് ചെയ്തത് ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഇനി അവർക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ, നിഷ്പക്ഷനായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താൻ കളിച്ച കളി വേറെ ഒരു രീതിയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ്റെ നല്ലതിന് വേണ്ടിയാണ് താനിപ്പോൾ പറയുന്നുള്ള രീതിയിലേക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കളിയാണ് ഒന്നിൽ കളിക്കുന്നത്. ആ ഒരൊറ്റ കളി കൊണ്ട് ഒന്നിൽ അടുത്ത ആഴ്ച വീട്ടിൽ പോയിരിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
കാരണം മുന്നിൽ ഒരു സൈഡ് കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു, ആരും ശ്രദ്ധിക്കത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരുമാതിരി ചീപ്പ് പരിപാടിയായി പോയി. അക്ബർ ഒന്നിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ചീപ്പായി പോകും. പക്ഷേ ഇപ്പം മൊത്തത്തിൽ അക്ബറിനെതിരെ കണ്ടസ്റ്റൻസ് ഗെയിം തിരിക്കുകയാണ്. അങ്ങനെ ഗെയിം തിരിക്കുമ്പോൾ അക്ബർ പോസിറ്റീവ് ആവും, ബാക്കിയുള്ള ആളുകൾ നെഗറ്റീവ് ആവും. ഈ സ്നേഹമൊക്കെ പിടിച്ചു പറ്റി ആദില നൂറ ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ തീർന്നുപോയി. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയ്ക്ക് നൂറയ്ക്കൊക്കെ ഒരു ഗ്രാഫ് ഉയർന്നിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ്ലി ഫാമിലി വീക്കോടെ പോയി. ഇപ്പോൾ അനുമോള്, ജിസേല, ആര്യൻ അങ്ങനെയുള്ള ടോപ്പ് പ്ലേയേഴ്സ്, അക്ബർ, ഷാനവാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പ് 5 പ്രഡിക്ഷനിലേക്ക് അനീഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സൂക്ഷിക്കേണ്ടതാണ്, ആദില നൂറയൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.